back to my channel, your online teacher. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് ഒരു ചോദ്യം കൂടി ചെയ്ത് നോക്കാം. ഇതൊരു പ്രാക്ടീസ് ആവണം കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ പക്ക ക്ലിയർ ആവും, ഒരു 100% ക്ലിയർ, നിങ്ങൾക്ക് ഒരു സംശയമല്ലേ ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ അവിടെ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് പഠിച്ചു. അതിൻ്റെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, നന്ദനയും സുനിലും ഉണ്ട്. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, മിനി വിൽ ബ്രിങ് 30,000 ആസ് എ ക്യാപിറ്റൽ ഫോർ 1/6 ഷെയർ. നമ്മൾ പറഞ്ഞു ഇത് നമുക്ക് റീവാലുവേഷനിലേക്ക് ആവശ്യമില്ല. എന്താ ആവശ്യമുള്ളത്? അസറ്റ് കൂടിയത് കുറഞ്ഞത്, ലയബിലിറ്റി കൂടിയത് കുറഞ്ഞത്, അൺറെക്കോർഡ് അസറ്റ് അൺറെക്കോർഡ് ലയബിലിറ്റി, ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയേ, രണ്ടാമത് മുതൽ മതി. ബിൽഡിംഗ് ഈസ് ടു ബി അപ്രീഷിയേറ്റഡ്. എമൗണ്ട് ഒക്കെ അവിടെ നിൽക്കട്ടെ, ബിൽഡിങ്ങിൻ്റെ വില കൂടണം. അതായത് അസറ്റ് കൂടും, അസറ്റ് കൂടുമ്പോൾ ലാഭമാണ്, ലാഭം വരുമ്പോൾ റീവാലുവേഷനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് എന്ന് ഇവിടെ ചെറുതായിട്ട് എഴുതി വയ്ക്കാം. മെഷീനറി ഈസ് ടു ബി ഡിപ്രിസിയേറ്റഡ്. മെഷീനറിയുടെ വില കുറയ്ക്കണം, നഷ്ടമാണ്, നഷ്ടം വരുമ്പോൾ റീവാലുവേഷനെ ഡെബിറ്റ് ചെയ്യണം. സ്റ്റോക്കിൻ്റെ വാല്യൂ 9,000 ആണ്. അപ്പോൾ പണ്ട് എത്രയായിരുന്നു പഴയ ബാലൻസ് ഷീറ്റ് നോക്കാം, 10,000 ആയിരുന്നു, അത് 9,000 ആയി. വില കുറഞ്ഞല്ലോ, കുറയുമ്പോൾ നഷ്ടമാണ്, റീവാലുവേഷൻ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. കുറയുമ്പോൾ ഡെബിറ്റും കൂടുമ്പോൾ ക്രെഡിറ്റും. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നഷ്ടമാണ്, റീവാലുവേഷന് ഡെബിറ്റ് ചെയ്യണം. സോ ഇവിടെ നോക്കി, ഡെബിറ്റ് എത്രയാണ്? 1, 2, 3, 3 ഡെബിറ്റും ഒരു ക്രെഡിറ്റും ആണുള്ളൂ. അപ്പോൾ ഡെബിറ്റ് ഒക്കെ നമുക്ക് എങ്ങനെ എഴുതാം? ഡെബിറ്റ് സൈഡിൽ എഴുതാത്രേ ഉള്ളൂ. ടു മെഷീനറി, ടു സ്റ്റോക്ക്, ടു പ്രൊവിഷൻ. സിമ്പിളായിട്ട് അങ്ങോട്ട് എഴുതി വയ്ക്കാം. നോക്കി, ടു മെഷീനറി, ടു സ്റ്റോക്ക്, ടു പ്രൊവിഷൻ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്, അത് ഫുള്ളാക്കി എഴുതണേ. പിന്നെ ഒരു സ്ഥലത്ത് മാത്രമേ ക്രെഡിറ്റ് ചെയ്യാനുള്ളൂ. ക്രെഡിറ്റ് ചെയ്യുന്നത് ബിൽഡിംഗ് ആണ്. അപ്പോൾ ബിൽഡിംഗ് ആകുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ക്രെഡിറ്റ് സൈഡിൽ ഇതാ ബൈ ബിൽഡിംഗ്. പകുതി നമ്മുടെ പണി കഴിഞ്ഞ് ഇനി എമൗണ്ട് എഴുതിയാൽ മതി. മെഷീനറിയുടെ വാല്യൂ 10%. മെഷീനറി 25,000 ആണ്, അതിൻ്റെ 10%. 25,000 ഇൻറ്റു 25,000 അല്ലേ മെഷീനറി? യെസ്, 25,000 ഇൻറ്റു 10% എന്ന് പറയുമ്പോൾ 2,500 രൂപയാണ് മെഷീനറിയുടെ വാല്യൂ, 2,500. ഇനി ബിൽഡിങ് 15% അപ്രീഷിയേറ്റ് ചെയ്യണം. ബിൽഡിങ് 40,000 ആണല്ലോ, അതിൻ്റെ 15%. 40,000-ൻ്റെ 15% 6,000 ആണ്. 6,000 ബിൽഡിങ് 6,000. ഇനി സ്റ്റോക്ക് 10,000 9,000 എന്ന് പറയുമ്പോൾ ഡിഫറൻസ് 1,000. പ്രൊവിഷൻ ഡെറ്റേഴ്സിൻ്റെ 5%. ഡെറ്റേഴ്സ് 30,000 ആണ്. 30,000-ൻ്റെ 5% എത്ര വരും? 30,000 ഇൻറ്റു 5, 1,500. 1,500 എഴുതി. മുക്കാലും പരിപാടി നമ്മളിവിടെ കഴിഞ്ഞു. ഇനി എന്ത് ചെയ്താൽ മതി? ഇത് അങ്ങോട്ട് ബാലൻസ് ചെയ്താൽ മതി. 6,000, 6,000, 6,000-ൽ നിന്ന് ഇതോരോന്ന് കുറച്ച് എത്ര വരും? 6,000-ൽ നിന്ന് 2,500, 1,000, 1,500 കുറയ്ക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് 1,000 കിട്ടും. ഡിഫറൻസ് ബാലൻസിങ് ഫിഗർ ആട്ടോ അത് ഡിഫറൻസ് കിട്ടുന്നത്. ഈ 1,000 എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സ് ഓൾഡ് റേഷ്യോയിൽ എടുക്കും. അപ്പോൾ ആരൊക്കെയുള്ളത്? നന്ദനയും സുനിലും ആണ്. 3:1 റേഷ്യോയിൽ എടുക്കും. അപ്പോൾ നന്ദന, സുനിൽ. ഇതെന്ന് പറയുന്നത് എന്താ? ഈ ഡിഫറൻസ് ഇവിടെ കിട്ടുമ്പോൾ ഇവരുടെ റേഷ്യോ 3:1, ഇവിടെ കിട്ടുമ്പോൾ അത് റീവാലുവേഷൻ പ്രോഫിറ്റ് ആണ് കേട്ടോ. സോ റീവാലുവേഷൻ പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അങ്ങനെ എഴുതണേ. ട്രാൻസ്ഫേർഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. നന്ദനയുടെ അക്കൗണ്ടിൽ എത്ര വരും? 1,000 ഇൻറ്റു 3:1 അല്ലേ, അപ്പോൾ 3 + 1 4, 3/4, 1,000 ഇൻറ്റു 1/4 എത്ര വരാ? 1,000 ഇൻറ്റു 3/4 750 രൂപയും ഇവിടെ 250 രൂപയും വരും. ഇത്രയേ ഉള്ളൂ റീവാലുവേഷൻ അക്കൗണ്ട്. റീവാലുവേഷൻ അക്കൗണ്ട് എന്തോ വലിയ സംഭവമാണെന്ന് കരുതുന്നവരൊക്കെ എന്ത് ചെയ്യുക? ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. മനസ്സിലായോ എന്നുള്ളതൊന്ന് ആത്മാർത്ഥമായിട്ട് താഴെ കമൻറ്റ് സെക്ഷനിലൊന്ന് പറയാം കേട്ടോ. താങ്ക് യു.